ഇന്ത്യൻ സിനിമയിൽ യന്തിരൻ, മഗധീര എന്ന തെലുങ്ക് സിനിമ ഒക്കെ വലിയ അത്ഭുതങ്ങൾ, ഹോളിവുഡ് സിനിമകൾ കിടപിടിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ച് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമ്മളുടെ സ്വകാര്യ അഹങ്കാരമാവുകയാണ്. ഹൈദരാബാദിൽ ഫയർഫ്ലൈ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ കമ്പനിയുണ്ട്. ഫയർഫ്ലൈ ഓൺ ചെയ്യുന്ന 3 പേരിൽ ഒരാൾ മലയാളിയായ സനദാണ്. സനദ് ഇന്ന് നമ്മളുടെ ഗസ്റ്റായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് ഈ ആനിമേഷൻ്റെയും ഗ്രാഫിക്സിൻ്റെയും ഏറ്റവും പുതിയ സാങ്കേതികതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു നല്ല അധ്യാപകൻ കൂടിയായ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യാം. നമസ്കാരം. സിനിമയിൽ മുൻപ് സിനിമ ഡയറക്ടറുടെ കലയാണെന്ന് പറയാറുണ്ട്. സംവിധായകൻ്റെ കണ്ണുകളായിട്ട് സിനിമാറ്റോഗ്രാഫർ ഉണ്ടാവും, സംവിധായകൻ്റെ കൈകളായിട്ട് ആർട്ട് ഡയറക്ടർ ഉണ്ടാവും. ഇപ്പോൾ ആ 3 പേര് ത്രിത്വത്തിൽ നിന്ന് ഇപ്പോൾ 4മതൊരു അഡീഷൻ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് വിഷ്വൽ എഫക്ട്സിൻ്റെ വഴിയാണ്. വിഷ്വൽ എഫക്ട്സിന് ഇപ്പോൾ ഉള്ള സിനിമയിലുള്ളൊരു റോൾ എന്താണ്? കമ്പ്യൂട്ടറിൽ ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് വിഷ്വൽസ് ആണ്. സിനിമ എന്ന് പറയുന്ന ഒരു വിഷ്വൽ മീഡിയ ആണ്. സ്റ്റോറി ടെല്ലിംഗ് വിഷ്വലിലൂടെയാണ് നടക്കുന്നത്. വിഷ്വൽ മാനിപ്പുലേഷൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ കമ്പ്യൂട്ടർ അനിമേഷൻ ഈ സിനിമാ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാലത്ത് 24 ഫ്രെയിം ഒരു സെക്കൻഡിൽ ഓടിക്കഴിഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊരു എഫക്റ്റായിരുന്നു ആദ്യം. അപ്പോൾ ആദ്യത്തെ സിനിമ ജനങ്ങൾ കണ്ടത് തന്നെ അതൊരു എഫക്റ്റായിട്ടാണ്. പിന്നീട് ജനങ്ങളത് ടെക്നീഷ്യൻസ് അത് യൂസ് ചെയ്തു. അതൊരു സ്റ്റോറി ടെല്ലിംഗ് മീഡിയമായി മാറി. അത് വളരെ വലുതായതിനു ശേഷം പെട്ടെന്ന് സൗണ്ടായിട്ടൊരു എഫക്റ്റ് വരികയാണ്. സൗണ്ട് എഫക്ട്സ് വന്നതോടെ സിനിമ കംപ്ലീറ്റ് മാറി. പെട്ടെന്നൊരു കമ്പ്യൂട്ടർ എൻ്റർ ചെയ്തതോടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വിഷ്വൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇമാജിനേഷനിൽ മാത്രമുള്ള സാധനങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കാണിക്കുമ്പോഴാണ് അതൊരു വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പം സ്റ്റോറിയിൽ ഒരു സംവിധായകനോ അല്ല കഥ എഴുതുന്നയാൾക്കോ എന്തൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് സാധിക്കുന്നുള്ള ലെവലിലാണ് കമ്പ്യൂട്ടർ ഇതിലേക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ ചില തെലുങ്ക് സിനിമകൾ നാട്ടിൽ ഡബ് ചെയ്തിട്ടൊക്കെ വരും. വിട്ടലാചാര്യ എന്ന് പറയുന്ന സംവിധായകനെ എനിക്ക് അന്നേ അറിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മജീഷ്യൻ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഭയങ്കര വിഷ്വൽ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഹിച്ച്കോക്കിൻ്റെയൊക്കെ ബേർഡ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ലക്ഷക്കണക്കിന് പക്ഷികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. അതൊരിക്കലും അങ്ങനെ പക്ഷികൾ വരുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യലൊന്നും നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതെന്തോ സൂത്രം അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണുന്ന ആളുകൾക്ക് അറിയാം. പക്ഷേ ആ സൂത്രം എന്താണെന്ന് പിടികിട്ടില്ല. ഇത് ഭയങ്കര റിയലാണെന്ന് നമുക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലും ചെറിയ സൂത്രപ്പണികളൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു ഈ പ്രോഗ്രാമിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം നേരിട്ട് സ്പോട്ടിൽ മെക്കാനിക്കലായിട്ട് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം അതിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഇൻവോൾവ് ചെയ്യുമ്പോൾ. എന്താണ് ആ ഒരു ഡിഫറൻസിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ആദ്യകാലത്തുള്ള എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംവിധായകനെ തന്നെ അതേ സമയത്ത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഇതെന്താണ് വരാൻ പോകുന്നത്. ഇപ്പം മിനിയേച്ചർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മിനിയേച്ചർ ക്യാമറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ക്യാമറ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുമോ ഈ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇത്രയും വലിയ സൈസിൽ നമുക്ക് ആ ലെൻസിൻ്റെ എഫക്ട്സ് കൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പുള്ള എഫക്ട്സ് എല്ലാം 99% ലൊക്കേഷനിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസിന് അപ്പോഴേ ആ വിഷ്വലായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്താണ് ഫൈനൽ വരാൻ പോകുന്നതെന്നുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ വന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംവിധായകനോ ആർട്ടിസ്റ്റിനോ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷ്വൽ കിട്ടണമെന്നില്ല ഇതെന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ പോകുന്നത്. അവർ നോക്കുമ്പോൾ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലൊരു ബ്ലൂ മാറ്റ് ഉണ്ടാവും. അതൊരു മൗണ്ടൻ ആണെന്ന് പറയും. അപ്പോൾ മൗണ്ടൻ ആണെന്ന് വിചാരിച്ചിട്ട് ആക്ട് ചെയ്യാണ്. പക്ഷേ ഇതെന്ത് വലുപ്പം ഉണ്ടാവും, എന്ത് തരത്തിലുള്ള കളറായിരിക്കും എന്നുള്ള അവർക്ക് അപ്പോൾ ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും.